പറയുന്നത് ഒരു ചതിയുടെ കഥയാണ്. ആ ചതി ഏറ്റുവാങ്ങേണ്ടി വന്നത് മങ്ക മഹേഷ് എന്ന അതുല്യ കലാകാരിയാണ്. സ്കൂൾ കാലത്ത് തന്നെ കലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മങ്ക മഹേഷ്. അവർ ജനിച്ചത് ആലപ്പുഴ അമ്പലപ്പുഴയിൽ. അവർ കഠിനമായ ദാരിദ്ര്യത്തോട് പടവെട്ടി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നൃത്തവും മറ്റ് കലാരൂപങ്ങളിലും ഒക്കെ ശ്രദ്ധേയായിരുന്നു മങ്ക മഹേഷ്. മങ്ക മഹേഷ് പിന്നീട് നാടകരംഗത്തേക്ക് കടന്നു. കെ പി സി സിയുടെ നാടകത്തിലെ പ്രധാന നടിയായി മാറി. അവിടെ വെച്ചാണ് മങ്ക മഹേഷിനെ പരിചയപ്പെടുന്നതും പേരിനോടൊപ്പം മങ്ക മഹേഷ് എന്ന് കൂട്ടിച്ചേർക്കാവുന്ന ഒരു വിധിയിലേക്ക് നയിക്കപ്പെടുന്നതും. മഹേഷ് KPSCയിലെ നടനായിരുന്നു. KPSCയിലെ നടനായ മഹേഷും മങ്കയും ഒരുപാട് നാടകങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഇരുവരും പ്രണയത്തിലായി, വിവാഹം കഴിച്ചു, ഒരു മകൾ ഉണ്ടായി. മഹേഷ് മദ്യാസക്തനായിരുന്നു. മദ്യമായിരുന്നു മഹേഷിനെ തകർത്തത്. സ്വന്തമായി ഒരു നാടക ട്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 2002 മഹേഷ് മരണപ്പെട്ടു. 1997 പുറത്തിറങ്ങിയ മന്ത്രമോതിരം എന്ന ചിത്രത്തിലൂടെയാണ് മങ്ക മഹേഷ് സിനിമയിൽ എത്തുന്നത്. പിന്നീട് പഞ്ചാബി ഹൗസ് എന്ന സ്വന്തം ജാനകിക്കുട്ടി, കാണാക്കുയിൽ തുടങ്ങി 100-ലേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. മങ്ക മഹേഷിന്റെ മൂക്കായിരുന്നു അവരുടെ പ്രത്യേകത. വളരെ നീളമുള്ള മൂക്ക്. അതെപ്പോഴും അവരെ ശ്രദ്ധേയ കേന്ദ്രമാക്കി മാറ്റി. മഹേഷ് മരിച്ചതിന് ശേഷം മങ്ക മഹേഷിന് മറ്റൊരു ബന്ധമുണ്ടായി. ആ കാമുകൻ മങ്ക മഹേഷിനെ കൃത്യമായി ശപിച്ചു. മങ്ക മഹേഷും കാമുകനും തമ്മിലുള്ള രതിരംഗങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അയാൾ. മങ്ക മഹേഷിന്റെ നഗ്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ സുലഭമായി. മങ്ക മഹേഷ് മാനസികമായി തകർന്നു. അവരുടെ മകളുടെ വിവാഹം പോലും ഈ കാരണത്താൽ മുടങ്ങി പലതവണ. മകളെ പിന്നീട് അവർ വിവാഹം കഴിച്ചയച്ചു. ആ കാമുകനുമായുള്ള ബന്ധം മങ്ക മഹേഷ് ഉപേക്ഷിച്ചു. കേസിലൊന്നും പോയില്ല അവർ. കാരണം അവർ അയാളെ അത്രയധികം സ്നേഹിച്ചിരുന്നിരിക്കാം. എന്തായാലും മങ്ക മഹേഷ് പിന്നീട് മറ്റൊരാളെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു. മങ്ക മഹേഷിന്റെ അശ്ലീല ചിത്രങ്ങൾ വൈറലായതിന് പിന്നിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന കാമുകനാണ്. ആ കാമുകൻ വളരെ ക്രൂരമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ മങ്കയെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് മങ്ക മഹേഷിന്റെ സിനിമാ കരിയറിനും വലിയ തിരിച്ചടിയായി മാറി. ഒരുപാട് സിനിമകളിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കാരണം ഇതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പഞ്ചാബി ഹൗസ് എന്ന സ്വന്തം ജാനകിക്കുട്ടി, കാണാക്കുയിൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മങ്കയുടെ അസാധ്യമായ അഭിനയ പാടവം നമുക്ക് കാണാൻ പറ്റും. സീരിയലുകളിലും സജീവമായിരുന്നു അവർ. പക്ഷേ എല്ലാം തകർത്തുകൊണ്ട് അവരുടെ നഗ്നചിത്രം ലീക്കായി. കാമുകനും അവരും തമ്മിൽ ഭോഗിക്കുന്ന ചിത്രം, അത് യൂട്യൂബിലിട്ട അവന്റെ മനസ്സിനെ, ആ ക്രൂരതയെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം എന്ന് സിനിമാ കേരളയ്ക്ക് അറിയില്ല.